ഗൈസ്, നമ്മുടെ പീക്രൂവിന് ഇന്ന് തീരെ സുഖമില്ല. ഇതാണ് നമ്മുടെ പീക്രൂ. ഒരു കണ്ണിൽ ചെറിയൊരു ഡോട്ട് വന്നതിന് ശേഷം കണ്ട് വീങ്ങി പഴുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പീക്രൂവിനായിട്ട് ഞങ്ങൾ ഒരു വെറ്റിനറി ഡോക്ടറെ അടുത്ത് പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളമംഗലത്തുള്ള മിയോ വെറ്റിനറി ക്ലിനിക്കിലെത്തി. അവിടെ എത്തിയിട്ട് ഒന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. പിന്നെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ട്രീറ്റ്മെൻറ്റിന് എത്തിയിട്ടുള്ള വേറൊരാൾ ഭയങ്കര റെസ്റ്റിൽ അവിടെ സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങിയായിരുന്നു. ലക്ഷറി ഹോട്ടലിലൊക്കെ പോയിട്ട് കിടക്കുന്ന ഒരു പ്രതീതിയിലാണ് മറ്റാളുടെ കിടന്നുറങ്ങൽ. ഞങ്ങളതിനെ ഒന്ന് വിളിച്ചുണർത്താനൊക്കെയും ക്ഷമിക്കുകയും ചെയ്ത്. ഭയങ്കര ഉറക്കത്തിലാണ്. രാത്രി 2 മണി വരെ മൊബൈലിൽ ഇരുന്നിട്ടുള്ള കിടന്നുറങ്ങലാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെയും കാത്ത് കുറേ വെയിറ്റ് ചെയ്തു. പീക്രൂ ആകെ ടയേർഡായിട്ട് ഉള്ളതിലായിരുന്നു. പക്ഷേ ഒരു സൈഡിലെ കണ്ണിൻ്റെ അവസ്ഥ വെച്ചിട്ട് എത്രയും വെയിറ്റ് ചെയ്യാൻ കാത്ത് നിൽക്കുക. അതിനിടയ്ക്ക് മറ്റാൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഇപ്പോൾ വേറൊരാൾ പൂച്ചയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊടുന്ന് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കാര്യപ്പെട്ട നോട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പീക്രൂവിനെ കണ്ടത്. നേരെ പീക്രൂവിനെ ലക്ഷ്യം വെച്ചിട്ട് കുറച്ച് നേരം നോക്കി നിന്ന് ഒന്നടിച്ച് സാപ്പിടാൻ പറ്റിയാലോ എന്നുള്ള നോട്ടാണ്. പിന്നെ നടക്കൂലെന്ന് തോന്നിയപ്പോൾ മറ്റാൾ നൈസായിട്ട് റെസ്റ്റ് എടുത്ത്. അങ്ങനെ ഡോക്ടർ വന്ന് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കണ്ണിൻ്റെ ചുറ്റുമുള്ള തൂവലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം തുള്ളി മരുന്നൊക്കെ ഒറ്റിച്ച് അങ്ങനെ ആകെ ടയേർഡായിട്ട് ഒന്നിനും വയ്യാത്ത പീക്രൂവിനെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതിനിടക്ക് വെറ്റിനറിയിൽ നിന്ന് ഇറങ്ങിയ പാടെ ഒരു അടിപൊളി ഷോപ്പ് കണ്ട്. കുറേ കാലത്തിന് ശേഷം പൂരത്തിനൊക്കെയാണ് ഇതുപോലത്തെ ഷോപ്പുകൾ കാണല്. നല്ല ജിലേബിയൊക്കെ ആയിട്ടുള്ള ഇത്. അവിടെ നിന്ന് കുറച്ച് ജിലേബിയും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോഴാണ് അതൊരു ബൈക്കുമ്പോൾ പോയിരുന്ന ഒരാൾക്ക് പീക്രൂവിനെ കണ്ടപ്പോൾ നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നും നമുക്കൊരു കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുത്ത്. പുള്ളിയും ഭയങ്കര ഹാപ്പി, ഞങ്ങളും ഹാപ്പി. നേരെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പീക്രൂ വീണ്ടും ഞങ്ങളൊപ്പം എത്തി. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പറന്ന്. കണ്ണിൽ തുള്ളി മരുന്നൊക്കെ ഒറ്റിച്ചതിൻ്റെ ക്ഷീണത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ, ഭയങ്കര ടയേർഡായിട്ട്. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ പടിയുടെ എത്തിയപ്പോൾ ആൾക്ക് മനസ്സിലായി വീട്ടിലേക്ക് എത്തിക്കണമെന്ന്. ആ ഒരു സന്തോഷത്തിൽ മൂപ്പരൊന്ന് കുടഞ്ഞ് എണീറ്റ് ഞങ്ങളുടെ ഏരിയ എത്തിയല്ലടാന്ന് പറഞ്ഞിട്ടുള്ള ഒരാവേശത്തിൽ ആൾ ഉഷാറായി. എങ്കിലും മരുന്നിൻ്റെ എഫക്റ്റും മറ്റ് ക്ഷീണങ്ങളൊക്കെ ആയിട്ട് ഫുൾ ക്ഷീണത്തിലാണ്. അപ്പോൾ ഇനി ഒരു നീണ്ട റെസ്റ്റ്. ആ റെസ്റ്റിന് ശേഷം വീണ്ടും ഉഷാറാവണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്വന്തം പീക്രൂ.